തലസ്ഥാന നഗരിക്ക് എന്നും ഒരു അലങ്കാരവും അഭിമാനവുമാണ് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ്. കലകളുടെ ആലയം എന്ന കലാലയത്തിൻ്റെ അർത്ഥത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുള്ള ഈ കലാലയത്തിലെ സൃഷ്ടികൾ കാണാം. നഷ്ടമായ മനോഹരമാർന്ന ഓർമ്മകളിലേക്ക് വരകൾക്കും നിറങ്ങൾക്കും അതുല്യ കലാസൃഷ്ടികൾക്കുമൊപ്പം ഒരു ചെറുയാത്ര. മനസ്സിൽ വിരിയുന്ന കലാസൃഷ്ടിക്ക് അതേ മനോഹാരിതയിലൂടെ ജീവൻ നൽകാൻ കലാസ്വാതന്ത്ര്യം അത്യാവശ്യമാണ്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥി കലാകാരന്മാരുടെ കലാസൃഷ്ടികളുടെ ഊർജത്തിൻ്റെ ഉറവിടവും അതേ സ്വാതന്ത്ര്യമാണ്. ഓരോ ആർട്ടിസ്റ്റും അവരുടേതായിട്ടുള്ളൊരു ഫ്രീഡം ആയിട്ടാണ് ഓരോ വർക്കും കണക്കാക്കപ്പെടുന്നത്. അവരുടെ ഫ്രീഡമാണ് ഈ വർക്കിലുള്ള എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒബ്സർവ് ചെയ്യാൻ വരുന്നവരായാലും ഓരോ ആൾക്കാരായാലും ഓരോ വിസിറ്റേഴ്സ് ആയാലും അതും ഓരോ ആർട്ടിസ്റ്റിൻ്റെയും വർക്കിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏതൊക്കെ ഫീലിങ്സ് ആണ് അവർ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് ആ ഒരു തരത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാകും പലർക്കും പലതരത്തിലുള്ള വർക്കുകളാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റലേഷൻസും സ്കൾപ്ചേഴ്സും പെയിൻറ്റിങ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ പലതരത്തിലുള്ള ഡിഫറൻസ് ആയിട്ട് കാണാൻ കഴിയും നമുക്ക്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് ആർട്ടിനെ ഇഷ്ടപ്പെട്ടിട്ട് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് എന്താണ് എന്ന് ശരിക്കും ആർക്കും അറിയില്ല ഈ ഒരു കോളേജ് എന്താണെന്ന്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറുമ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് ഇവിടെ എന്താണ്, എങ്ങനെയുള്ള വർക്കുകളാണ്, ഓരോ ആർട്ടിസ്റ്റ് അവരുടെ മൈൻഡ് എങ്ങനെയാണ് എന്നുള്ളത്. ബാല്യകാല ജീവിതയാത്രകളിൽ മനോഹര നിമിഷം സമ്മാനിച്ച പൂച്ചകളും നായകളും ഉറുമ്പുമൊക്കെ പ്രധാന ആകർഷണങ്ങളാണ് ഇവിടെ. സൗഹൃദം പങ്കുവെച്ച് മടങ്ങുന്ന നമ്മളിൽ പലരും ബാക്കി വയ്ക്കുന്ന ചായക്കോപ്പയിലെ അവസാന തുള്ളി സൗഹൃദം, അത് നുകരാനെത്തുന്ന ഉറുമ്പിൻ കൂട്ടം. കടുത്ത വേനലിൽ അലഞ്ഞുതിരിഞ്ഞ് ഒടുവിൽ ആശ്വാസത്തിൻ്റെ കുളിരനുഭവിക്കാൻ വെള്ളക്കെട്ടിലുറങ്ങുന്ന നായ. അങ്ങനെ നീളുകയാണ് ബാല്യത്തിൽ എപ്പോഴോ കണ്ടുമറന്ന മനോഹര കാഴ്ചകൾ. ഒന്നിൽ കൂടുതൽ തവണ ഈ മനോഹര കലാസൃഷ്ടികളുടെ അനുഭൂതി അനുഭവിച്ചറിയാൻ വന്നവർക്ക് ഇക്കുറി ബാല്യകാലത്തേക്ക് ഒരു മടക്കയാത്ര കൂടി സമ്മാനിച്ചു ഫൈൻ ആർട്സ് കോളേജിലെ കലാകാരന്മാർ. നോ, ആക്ച്വലി സെക്കൻഡ് ടൈമാണ്. മുമ്പത്തെ ആർട്സിന് വന്നിരുന്നു. ഈ വർഷത്തെ ഐ തിങ്ക് രണ്ടും ഒപ്പത്തിനൊപ്പമാണ്. ഫസ്റ്റ് ടൈം വന്നപ്പോഴും സെക്കൻഡ് ടൈം വന്നപ്പോഴും ഐ ഡോണ്ട് നോ ദെയർ വാസ് സച്ച് ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സംഭവം നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ സെൻറ്ററിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യം വന്നത്. സോ ഇപ്പോൾ ഐ ലുക്ക് ഫോർവേഡ് ടു ആർട്ട് ഫെസ്റ്റ്. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തപ്പിപ്പിടിച്ച് വന്നതാണ് ആക്ച്വലി ഇന്ന്. കൂടുതലും എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചിങ്ങനെ വീട് സംഭവങ്ങളൊക്കെ കണ്ടിരുന്നു, ഡോക്ടറിൻ്റെ അതൊക്കെ എനിക്ക് എൻ്റെ ചെറുതായിട്ട് പഴയ രീതിയിലുള്ള ആ പഴയ വീടുകളുടെയൊക്കെ ഇതൊരു ഓർമ്മ വന്നിരുന്നു. ജീവിതമാണ് സമാധാനത്തിൽ മാത്രം തീരുന്നതല്ല, പ്രതിസന്ധികളെ അതിജീവിക്കൽ കൂടിയാണ് ജീവിതത്തിൻ്റെ അർത്ഥം. ജീവിത പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറിയ കവികളും കലാകാരന്മാരും കയ്യൊപ്പ് പതിപ്പിച്ചതുപോലെ ചില കലാസൃഷ്ടികൾ. പിന്നെ എക്സിബിഷനിലെ ഇത് എൻ്റെ വർക്ക് വെച്ചിട്ടുണ്ട്, മോഹൻലും കൂടി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വർക്കുകൾ ഫുള്ളും സോഷ്യൽ, സാധാരണപ്പെട്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലും പിന്നെ അധികാരത്തിലുള്ളവർ മക്കളെ കാണാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയാണ് എൻ്റെ വർക്ക് ആർട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. വരയും കുറിയും വർണ്ണങ്ങളും മാത്രമല്ല കല, കലയ്ക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. അത്തരത്തിൽ കലയുടെ മറ്റൊരു മുഖമാണ് ഈ കാണുന്നത്. ക്രിയാത്മകമായ കലാസൃഷ്ടികൾ സമ്മാനിച്ച കലാകാരന്മാരുടെ മറ്റ് സൃഷ്ടികൾ കണ്ടറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളുടെ ലിങ്ക് കാഴ്ചക്കാർക്ക് കൂടുതൽ ഉപകാരപ്രദമാണ്. കലാസൃഷ്ടികളിൽ ക്രിയാത്മകമായ ചില ചേരുവകൾ കൂടി ചേർന്നപ്പോൾ വരകളുടെ അനുഭൂതി മാത്രമല്ല, അതിലും അപ്പുറം ചില കലാസമ്മാനങ്ങൾ അവിടെ നിരന്നു. ക്രിയേറ്റീവ് ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എക്സിബിഷന് വരുന്നതാണ്, ഇവിടെ തന്നെ എക്സിബിഷൻ വരുന്നതാണ്. അപ്പോൾ കൊള്ളാം. കുറേ പസിൽസൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓൾ ഗുഡ്. എൻ്റെ ഇൻസ്റ്റഗ്രാം ഉള്ളതുകൊണ്ട് എല്ലാവരും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ആരാ ആർട്ട് ഫോം ചെയ്തതെന്നറിയാം. നേരത്തെ ആ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു, ഇപ്പോൾ ആരാ ചെയ്യുന്നതെന്നറിയാം.
കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കുന്ന ഇറ്റ്സ് ഓൾ ഗുഡ്. ഇതുവരെ കണ്ടതിൽ എല്ലാം ഗുഡായിരുന്നു. ലൈക്ക് ദേ ക്യാൻ എക്സ്പ്രസ് ദംസെൽഫ്. അല്ല മറ്റേത് ഒറ്റൊരു ഫോമല്ല, ഇത് തന്നെ ഇപ്പോൾ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടാന്ന് തോന്നുന്നു. ലൈക്ക് നമ്മളൊന്നും പ്രതീക്ഷിക്കത്തില്ല ഇത്രയും വരുമെന്ന്. അപ്പോൾ ദേ ക്യാൻ എക്സ്പ്രസ് മോർ. ആൻഡ് നമുക്കും കൂടെ മെഡിസിൻ ലൈക്ക് ഇഫ് യു നോ മെഡിസിൻ എങ്കിലും ആർട്ട് ചെയ്യാമെന്നൊരു തോട്ട് വരുന്നുണ്ട്. അവന് അത്യാവശ്യം ഇങ്ങനെ വരയ്ക്കാനൊക്കെ ഒരു താല്പര്യമുള്ളതുകൊണ്ട് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാനും കൊച്ചിലേക്ക് വരയ്ക്കുമായിരുന്നു, അതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. മനോഹരമായ ഓരോ കലാസൃഷ്ടിയും ജനിക്കുമ്പോൾ കലാകാരൻ മരിക്കുകയും ആസ്വാദകൻ ജനിക്കുകയും ചെയ്യുകയാണ്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികൾ അത്തരത്തിൽ 1000 ആസ്വാദകർക്ക് ജന്മം നൽകിയിരിക്കുകയാണ്. മനോഹരമായ കലാസൃഷ്ടികൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ക്യാമറാമാൻ ചന്ദ്രൻ ആയനാടിനൊപ്പം ആനന്ദപത്മനാഭൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.